സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യുവർ മല്ലു ജി ടി ഗെയിമർ. സോ ഗൈസ്, ഇന്ന് നമ്മുടെ മല്ലു ജി ടി ഗെയിമർ എന്ന ചാനലിൻ്റെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും തന്നെ സ്വാഗതം. കുതിര ഒന്നെടുത്ത് മാറ്റട്ടെ മാറായി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാം. നമ്മളിന്ന് നമ്മുടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കിടിലം വീട്. അപ്പോൾ ഞാൻ ഈ ഒരു വീട് ഓഫ് ക്യാമറ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ ടൈം ലാപ്സ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു വീട് ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ടോ. അതിന് മുമ്പ് ഈ ഒരു വീട് ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ടൈം ലാപ്സ് എടുത്തിട്ടില്ല, കുറച്ചൊക്കെ ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ ടൈം ലാപ്സ് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഡിസൈൻ വെച്ചിട്ട് ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ താഴത്തെ ഭാഗം. അപ്പോൾ ഇങ്ങനെയാണ് താഴെ ഇരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി സംഭവമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ മേളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പ്, നല്ലൊരു സ്റ്റെയർ കേസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഈ ഒരു റിസോഴ്സസൊക്കെ ഞാൻ 2 ദിവസം, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീഡിയോ ഇട്ടിട്ടല്ലേ, ഒരാഴ്ചയായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഈ റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്യായിരുന്നു ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ വീട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓഡിയോ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും, കാരണം ഞാൻ ഒരു പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഈ മൈക്കിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വോയിസ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ ഒരു ടൈം ലാപ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വാ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് ഇൻറ്റീരിയറൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ, നമ്മുടെ ബെഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിന്ന് കുറച്ച് മൈനിങ്ങിന് പോയി കുറച്ച് അയൺ വേണം. അയണാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഫുൾ അയൺ ആർമർ ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ എനിക്ക് കുറച്ച് അയൺ കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആ ഒരു ബ്രിഡ്ജ് കണ്ടു, ഞാൻ ഒരു സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ബ്രിഡ്ജ്, അവിടെ കുറച്ച് അയൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അയൺ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെയാണ് എനിക്ക് 8 അയൺ കിട്ടിയത്. അപ്പോൾ നമുക്ക് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പോയി അയൺ മൈൻ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു അയൺ പിക്കാക്സ് ഉണ്ടായിരുന്നു, ബട്ട് നമുക്കിപ്പോൾ അത് യൂസ് ചെയ്യണ്ട. അപ്പോൾ അതിന് പകരം നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പിക്കാക്സ് നമ്മൾ ഇവിടുന്നാണ് നമ്മൾ വീടുണ്ടാക്കാനുള്ള റിസോഴ്സസ്. സ്റ്റോൺ ഫുള്ള് ഇവിടുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് അവിടെ പോയി. നമുക്ക് ഇവിടെ ഒരു ഇത് സെറ്റ് ചെയ്യാം, നമുക്കൊരു പിക്കാക്സ് സെറ്റ് ചെയ്യാം. സ്റ്റോൺ പിക്കാക്സാണ് എനിക്ക് വേണ്ടത്. ഞാനൊരു വോയിസും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഞാൻ മൈക്ക് കുറച്ച് താഴെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ട്രീ ഒക്കെ ഞാൻ സാപ്ലിങ് വെച്ച് നട്ട് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ഫുള്ളിരുന്ന് കംപ്ലീറ്റ് ചെയ്തതാണ്. അതായത് ഇന്ന് ഒരു ദിവസം ഫുള്ളിരുന്ന് കംപ്ലീറ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയുണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ഡെക്കറേഷൻ വർക്ക്സ് ബാക്കിയുണ്ട്, അത് നമ്മൾ ചെയ്യുന്ന കഴിയും. അപ്പോൾ 1 മിനിറ്റ് ഇപ്പോൾ വരാവേ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് നമുക്കിത് ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ മൈനിങ്ങിന് പോകുന്ന ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങളൊന്ന് കാണാം. അതിന് മുമ്പ് ഞാൻ ഒരു
പിക്കാക്സ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു പിക്കാക്സ് ദേ ഇവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മൈനിങ്ങിന് പോകുന്നത് കാണാം. ഞാനിപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം, അതിന് ശേഷം നമുക്ക് നേരെ മൈനിങ്ങിന് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഇതേ നമ്മൾ അയ്യോ അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ കിടിലമായിരുന്നു. നമ്മളന്ന് പ്രോൺസ് റോസ്റ്റും എന്തായിരുന്നു ചോറുമായിരുന്നു നമ്മൾ ഇന്നത്തെ ലഞ്ച്. നിങ്ങളുടെ ലഞ്ച് എന്തായിരുന്നു കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ മൈനിങ്ങിന് ചെല്ലാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ടോർച്ച് വേണം ഗൈസ്. അപ്പോൾ നമുക്ക് ടോർച്ചിന് വേണ്ടിയിട്ട് വുഡ് വേണം. വുഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയുള്ള വുഡ് നമുക്ക് കുറച്ച് മൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വുഡ് കിട്ടും. നമുക്ക് വുഡ് കിട്ടിയതിന് ശേഷം നമുക്കിനി നേരെ കുറച്ചും കൂടെ ടോർച്ച് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇത്ര വുഡ് മതി തൽക്കാലത്തേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിനി നേരിട്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ടോർച്ച് ഉണ്ടാകാൻ വേണ്ടി കോള് ഫർണസിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോൺ എടുത്തിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. അപ്പോൾ മൈനിങ്ങിന് പോകുന്ന ടൈം ലാപ്സ് ഒന്നുമില്ല. നമ്മൾ മൈനിങ്ങിന് പോകുന്നതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അതിന് ശേഷം വന്നതിന് ശേഷമുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മൈനിങ്ങിന് അങ്ങ് വെച്ച് പിടിക്കാം. അപ്പോൾ കുറേ ഫുള്ള് ടോർച്ച് നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു. ചിലപ്പോൾ അത് ചത്താലോ, അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇവിടെ വെച്ചിട്ട് പോകും, കുറച്ച് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ 26 കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ മൈനിങ്ങിന് പോകാം. നമ്മളൊരു ബെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈനിങ് ഏരിയ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഒരു കുന്നിൻ്റെ അടിയിലോട്ട് കുഴിക്കാം, അതായിരിക്കും നൈസ്. ഇവിടെ വല്ല കേവോ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുഴിച്ച് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്കാം. എങ്ങാനും നമ്മൾ രാത്രിയായി കഴിഞ്ഞിട്ട് വല്ലതും വന്നാലും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടോർച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ നേരെ അടിയിലോട്ട് സെറ്റായിട്ട് കുഴിച്ചേക്കാം. പിന്നെ നമ്മുടെ നോർത്ത് ക്രാഫ്റ്റും ഇപ്പോൾ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അവനെയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് ആർമർ ആവാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ട് ഇവിടെ എന്തോ സംഭവമുണ്ട്. എൻ്റെ ദൈവം, ഇവിടെ ഒരു കിടിലൻ കേവ് കേട്ടോ. അപ്പോൾ നമ്മൾ കേവ് ഒന്നും മൈൻഡ് ആക്കുന്നില്ല. നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കുഴിച്ച് പോകാം. നമുക്ക് ഇഷ്ടംപോലെ ആൻഡസൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് കുറേ ഫസ്റ്റ് അയൺ കിട്ടുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്കിത് ഫുള്ള് നമ്മുടെ മൈനിങ് സെക്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം കുഴിച്ചപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ഇവിടെ ഒരു വലിയ റവീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോയി കുഴിച്ച് നോക്കാം. അപ്പോൾ കുഴിക്കാനല്ല, ഇവിടെ നിന്ന് ഈ റവീൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും. ഞാൻ ഈ ഒരു മരം മുറിക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ സാൻഡ് എടുത്ത് എൻ്റെ വീട്ടിലെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോകാം. പിന്നെ ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തി ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് വേറെ വഴിയാണ്, നമുക്ക് ഈ വഴി പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പോർട്ടലൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ ഓന്നോ, നമുക്ക് എന്തായാലും ബ്രെഡ് കഴിക്കും. ഇവിടെ ചെസ്റ്റ് കാണണമല്ലോ. ചെസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ചെസ്റ്റിനകത്ത് വലിയ ആവശ്യമുള്ള സംഭവങ്ങളല്ല ഉള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് ടോർച്ച് വെച്ച് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡ് കേവ്സിൽ, ഇത് വലിയ റവീനല്ല, ഒരു വലിയ കേവാണ്. അപ്പോൾ സൈഡ് കേവ്സിൽ നമുക്ക് വലിയ അയണോ അല്ലെങ്കിൽ വല്ല ക്രീപ്പർ ഷീൽഡില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷീൽഡ് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഞാൻ എന്തൊരു പൊട്ടത്തരം കാണിച്ചു. സ്കെൽട്ടൻ ഗൈസ്. അവിടെ ഞാൻ കുറച്ച് അയൺ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഷീൽഡ് ഉണ്ടാക്കാൻ മറന്നു. സ്കെൽട്ടൻ. ഞാൻ മിക്കവാറും ഇപ്പോൾ ചാവും കേട്ടോ. ചത്ത് ഞാൻ തിരിച്ചു കൊടുന്ന്. ഞാൻ മിക്കവാറും ചാവും. നമുക്കൊരു കാര്യം ചെയ്യും, വെള്ളത്തിൽ പിടിച്ച് പോയിട്ട് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് അയൺ ഇങ്ങോട്ട് എടുക്കാൻ വരാം. അപ്പോൾ അതായിരിക്കും സേഫായിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്നാൽ നമുക്ക് അയൺ കുറേ കളക്ട് ചെയ്തിട്ട് ബേസിലെത്തുമ്പോൾ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ലൂട്ട് കിട്ടി. അപ്പോൾ ഇപ്പോൾ രാത്രിയാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങിയേക്കാം. ഓക്കെ, രാത്രിയായിരുന്നു.
അപ്പോൾ നമ്മളെന്തായാലും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഇനി സോംബീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ കിടന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും ലൂട്ടാണ് കിട്ടിയിരുന്നത്. ഞാൻ കാണിച്ചു തരാം. 39 അയൺ, 47 കോപ്പർ, 41 പൊളി സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഫുള്ള് അയൺ ആർമറും ടൂൾസും ആകാൻ പറ്റും. ഒരു സോംബി ഒഴുകി പോകുന്നു. ഹായ് വരുന്ന വന്ന്. അപ്പോൾ നമുക്ക് അവനെ തീർത്തേക്കാം. പിന്നെ ഇവിടെ താഴോട്ട് വലിയ ഡീപ് സ്ലൈ കേവ് ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോയില്ല. നമുക്ക് പെട്ടെന്ന് അമ്പോളി. എൻ്റെ ഒന്ന് അവൻ എന്തൊരു നോക്ക് ബാക്കടേ. ഈ അമ്പോളി മീൻസ് സ്കെലട്ടനൊക്കെ ഒടുക്കത്തെ നോക്ക് ബാക്കാണ് ഇപ്പോൾ വന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ മേളിലോട്ട് കയറി അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ലൂട്ടും കൂടെ അടിച്ച് മാറ്റിയേക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ലൂട്ടും കൂടെ അടിച്ച് മാറ്റുമ്പോൾ അപ്പോൾ നമ്മൾ 2 ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും 9 അയൺ നഗറ്റ്സും. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ സംഭവങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീടിന് ഇൻറ്റീരിയർ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നേരെ പോയി അയൺ ആർമർ സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെറുതെ വെച്ചാണ് ഞാൻ എന്തുണ്ടാക്കിയായിരുന്നു, പിക്കാക്സ് അല്ല സോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചാണ്. അപ്പോൾ എന്തായാലും നേരെ നമ്മുടെ ബേസിലോട്ട് പോകാം. പിന്നെ എൻ്റെ വീട് ഒരു രക്ഷയില്ല കാണാൻ. വീടിൻ്റെ ഫുൾ ടൈം ലാപ്സ് ഞാൻ റെക്കോർഡ് ചെയ്തില്ല കാരണം അത് കുറേ ഡ്യൂറേഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. കാരണം ഞാൻ ഒരു ട്യൂട്ടോറിയൽ പോലും നോക്കാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ഹൗസാണിത്. പിന്നെ ഒരു ഗ്ലാസ് നമ്മുടെ ഒരു വില്ലേജിൻ്റെ അപ്പുറത്തുള്ള ബീച്ചിൽ നിന്ന് എടുത്തതാണ്. നല്ല ഒരു രസമുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇൻറ്റീരിയറും പിന്നെ കുറച്ചും കൂടെ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. കുറച്ച് ലീവ്സ് വെച്ചിട്ട് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ മെയിനായിട്ട് എന്തുകൊണ്ടാണ് നേരത്തെ നിർത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിന് വേണമായിരുന്നു. ബട്ട് ഞാൻ നേരത്തെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുഡ് കണ്ടോ നിങ്ങൾ, ഇവിടെ 4 ബ്രെഡാണുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് സോഴ്സ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഫുഡ് സോഴ്സ് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കിട്ടിയ സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് വെച്ചേക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ അയൺ ഒന്ന് സ്മെൽട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കൊരു അയൺ സ്മെൽട്ട് ചെയ്തിട്ട് നമുക്ക് അയൺ ഫുൾ ആർമർ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ 9 ടോർച്ചേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേണസ് എടുത്തിട്ട് ഫേണസിനകത്ത് നമുക്ക് ബാക്കി അയണും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 7 അയൺ കിട്ടി. 7 അയൺ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, പാൻറ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 7 അയൺ വെച്ചിട്ട് പാൻറ് ഉണ്ടാക്കാൻ പറ്റുമോ എനിക്കറിയാൻ പാടില്ല. യെസ് പാൻറ് ഉണ്ടാക്കാൻ പറ്റും 7 അയൺ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പാൻറ് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ GT വിത്ത് പാൻറ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്കിന്ന് ലോഡാകാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇഷ്യൂ ആണ്. ഈ നെറ്റ് ഇഷ്യൂ കൊണ്ടാണ് സ്കിന്ന് ലോഡാകാത്തത്. പിന്നെ ഇന്ന് വീഡിയോ മിക്കവാറും ഒരു 4 മണിക്കൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ റിലീസാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ അയൺ ആർമർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് മരം വെട്ടാം. മരമൊരു വരം എന്നാണല്ലോ, പക്ഷേ വെട്ടിയല്ലേ പറ്റൂ. അപ്പോൾ നമുക്ക് മരം വെട്ടാതെ നമുക്ക് മൈൻക്രാഫ്റ്റിൽ ജീവിക്കാനേ പറ്റത്തില്ല. മരം വെട്ടതിന് ഓട്ടോമാറ്റിക് മെഷീൻസൊക്കെ ഉണ്ടാക്കാം. എങ്കിലും ആദ്യം ഒരു തവണയെങ്കിലും മരം വെട്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഈ മൈൻക്രാഫ്റ്റിൽ. അതൊരു നല്ല കണ്ടൻ്റാണല്ലോ. നമുക്ക് മരമില്ലാതെ മൈൻക്രാഫ്റ്റിൽ ജീവിക്കാൻ പറ്റുമോ, അതായത് മരം വെട്ടാതെ. അത് നമുക്കൊരു കണ്ടൻ്റായി ചെയ്ത് നോക്കാം. പിന്നെ ഇത് കോപ്പി അടിക്കുന്നവരെ കുറിച്ച് ഞാൻ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കണ്ടൻറ്റ് ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ഞാൻ സ്വന്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ കോപ്പി അടിക്കാൻ. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞ ഒരു പ്രത്യേകതര ഒരു സംഭവമാണ് അത്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരുടെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ ഗൈസ്, ഞാൻ വീടിൻ്റെ ബാക്കിൽ ഇവിടെ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇവിടെ എന്തെങ്കിലും ചെയ്താലോ? വേണ്ട. പിന്നെ നമ്മൾ വീടിന് ഇൻറ്റീരിയർ ഞാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഫുള്ള് സ്റ്റോറേജ്, പിന്നെ മണ്ടയ്ക്കാണ് നമ്മുടെ ബെഡ്റൂം. അത് ഞാൻ കാണിച്ചു തരാൻ മറന്നില്ല. ഇതാണ് നമ്മുടെ ബെഡ്റൂം. പിന്നെ ഇവിടെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ 13 അയണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെസ് പ്ലേറ്റ് സെറ്റ് ചെയ്യാം.
പിന്നെ ഒരു ഹെൽമെറ്റ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വെറും 4 അയൺ മാത്രം മതി ഗൈസ് നമുക്ക് ഫുൾ അയൺ ആർമർ ആവാൻ. അതിൻ്റെ പകുതി ഇപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറും 1 അയൺ കൂടെ മതി നമ്മുടെ ഫുൾ അയൺ ആർമർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2 ഗോൾസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഫുൾ അയൺ ആർമറായി. ടൂൾസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ ഞാൻ സെറ്റ് ചെയ്തോളാം. എന്നോട് ഈ എപ്പിസോഡിൽ സമയമില്ല, അതുകൊണ്ടാണ്. ഒന്നാമത്തെ ഗോൾ ഫുൾ അയൺ ആർമറായി. പിന്നെ എൻ്റെ സ്റ്റാർട്ടർ ഹൗസല്ല, ഇതാണ് എൻ്റെ ഹൗസ്. ഞാൻ മെഗാ ബേസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എൻ്റെ ആ ഒരു ബേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ 5 അയണായി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സംഭവമായിട്ടുള്ള നമ്മുടെ ബൂട്ടും കൂടെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ബാക്കി ഒരു അയൺ ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ബൂട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഫുൾ അയൺ ആർമറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ അയൺ ആർമർ വെച്ചിട്ട് നമുക്ക് ഔട്ടർ കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്കിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഔട്ടർ കൊടുക്കാം. സോ ഗൈസ്, എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എൻ്റെ സ്വന്തം ഡിസൈനിൽ ഞാൻ സെറ്റ് ചെയ്ത വീടാണ്. പിന്നെ ഞാൻ മറ്റേ മരത്തിൻ്റെ ആ ഒരു വീഡിയോ ഇല്ല, അത് ആ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും തന്നെ ബൈ.